Hello, good afternoon. Welcome to Learnino. നമ്മൾ ഗേറ്റിന്റെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിലുള്ള പവർ ഇലക്ട്രോണിക്സ് എന്നുള്ള ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള MCQ സെറ്റ് 4 ആണ് ഈ വീക്കിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഫസ്റ്റ് വൺ, in type A chopper, source voltage is 100, DC on period 100 microseconds, off period 150 microseconds, and RLE load consists of R 2 ohm, L 5 millihenry, and E is equal to 10 volt. For continuous conduction, average output voltage and average output current for this chopper are respectively. അപ്പോൾ നമുക്കൊരു ടൈപ്പ് എ ചോപ്പർ ആണെന്ന് തന്നിട്ടുണ്ട്. അതിന്റെ സോഴ്സ് വോൾട്ടേജ് എന്താണ്, അതുപോലെ തന്നെ ഓൺ ടൈം, ഓഫ് ടൈം, ദെൻ RLE ലോഡ് ആണ്. അപ്പോൾ റെസിസ്റ്റർ, ഇൻഡക്ടർ, ഈ മൂന്നെണ്ണത്തിന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്തൊക്കെയാണ്? കണ്ടിന്യൂസ് കണ്ടക്ഷനിൽ വരുന്ന ആവറേജ് ഔട്ട്പുട്ട് വോൾട്ടേജും അതുപോലെ തന്നെ ആവറേജ് ഔട്ട്പുട്ട് കറന്റും എത്രയാണെന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയും വാല്യൂസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ആവറേജ് ഔട്ട്പുട്ട് വോൾട്ടേജ് 40 വിയും ആവറേജ് ഔട്ട്പുട്ട് കറന്റ് എന്ന് പറയുന്നത് 5 ആംപിയറും ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യണേ നമുക്ക് നോക്കാം. അപ്പൊ ആവറേജ് ഔട്ട്പുട്ട് വോൾട്ടേജ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താണ്? V0 is equal to alpha into Vs ആണ്. ഓക്കെ, ആൽഫ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫയറിംഗ് ആംഗിൾ ആണ്. സോ V0 is equal to T on by T. ആവറേജ് ഔട്ട്പുട്ട് വോൾട്ടേജ് ദാറ്റ് ഈസ് ആൽഫ എന്ന് പറയുന്നത് എന്താണ്? ഫയറിംഗ് ആംഗിൾ ആണ്. ഫയറിംഗ് ആംഗിൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ഓൺ ടൈം ബൈ ടോട്ടൽ ടൈം ആണ് അല്ലെ. അപ്പൊ ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ഓൺ ടൈം പ്ലസ് ഓഫ് ടൈം ആണ്, രണ്ടും കൂടി ആഡ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് രണ്ടിന്റെയും വാല്യൂസ് തന്നിട്ടുണ്ട്. 100 മൈക്രോസെക്കൻഡ്സ് പ്ലസ് 150 മൈക്രോസെക്കൻഡ്സ് ആണ്. അപ്പൊ ടോട്ടൽ ടൈം എന്ന് പറയുന്നത് എന്താണ്? 250 മൈക്രോസെക്കൻഡ്സ് ആണ്. അപ്പൊ നമുക്ക് ഈ വാല്യൂസ് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ടി ഓൺ എന്ന് പറയുന്നത് 100 ആണ് ബൈ 250 ടോട്ടൽ ടൈം ഇൻറ്റു എനിക്ക് വരുന്ന VS ഇൻപുട്ട് വോൾട്ടേജ് തന്നിരിക്കുന്നത് 100 ആണ് അല്ലെ. അപ്പൊ ഇത് ക്യാൻസൽ ചെയ്ത് നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 40 വോൾട്ട് ആണ്. അപ്പൊ ആവറേജ് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് എത്രയാണ്? 40 V ആണ്. ഓക്കെ, ദെൻ നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ് ആവറേജ് ഔട്ട്പുട്ട് കറന്റ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു V0 മൈനസ് E ബൈ R ആണ്. കാരണം ഔട്ട്പുട്ട് വോൾട്ടേജ് ഉണ്ട്, ലോഡിൽ വരുന്ന E, അത് രണ്ടിന്റെയും കൂടി ഡിഫറൻസ് എടുത്ത് ഡിവൈഡഡ് ബൈ R ആണ്. ഓക്കെ, സോ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തത് 40 ആണ്, മൈനസ് E എന്ന് പറയുന്നത് 30 ആണ് തന്നിരിക്കുന്നത്, ഡിവൈഡഡ് ബൈ റെസിസ്റ്ററിന്റെ വാല്യൂ 2 ആണ്. ഓക്കെ, സോ 40 minus 30 by 2 that is equal to 5 ampere ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ആവറേജ് ഔട്ട്പുട്ട് വോൾട്ടേജ് 40യും ആവറേജ് ഔട്ട്പുട്ട് കറന്റ് എന്ന് പറയുന്നത് എത്രയാണ്? 5 ആംപിയറും ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്, എ വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടർ ഈസ് നോർമലി എംപ്ലോയ്ഡ് വെൻ ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. സോഴ്സ് ഇൻഡക്ടൻസ് സ്മോളും ലോഡ് ഇൻഡക്ടൻസ് ലാർജും ആണെങ്കിൽ മാത്രമാണ് നമുക്കൊരു വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടർ നമ്മൾ എംപ്ലോയ് ചെയ്യാറുള്ളത്, യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പൊ നോക്കൂ, വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടർ is employed when the source inductance is small and the load inductance is large because higher value of source inductance will increase the overlap angle and cause the commutation issues. ഇപ്പൊ നമുക്ക് സോഴ്സ് ഇൻഡക്ടൻസ് ഇൻക്രീസ് ആണെങ്കിൽ എന്താണ്? അവിടെ ഒരു ഓവർലാപ്പ് ആംഗിൾ വരികയും അത് കമ്മ്യൂട്ടേഷൻ പ്രോബ്ലത്തിന് കാരണമാവുകയും ചെയ്യുന്നുണ്ട്. സോ ഒരു വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടറിൽ നമുക്ക് സോഴ്സ് ഇൻഡക്ടൻസ് എപ്പോഴും സ്മോൾ ആയിരിക്കണം, അതേപോലെ തന്നെ ലോഡ് ഇൻഡക്ടൻസ് എന്ന് പറയുന്നത് ലാർജ് ആയിരിക്കണം. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കുന്നത് എന്താണ്? ഈ ഒരു ഡിഫറൻസ് ആണ്. വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടറും കറന്റ് സോഴ്സ് ഇൻവെർട്ടറും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ്. നോക്കൂ, ഇറ്റ് ഈസ് ഫെഡ് ഫ്രം ദ DC വോൾട്ടേജ് സോഴ്സ് ഹാവിംഗ് സ്മോൾ ഇംപിഡൻസ്. ഒരു സ്മോൾ ഇംപിഡൻസ് ഉള്ള DC വോൾട്ടേജ് സോഴ്സിൽ നിന്നാണ് VSI നമുക്ക് ഫെഡ് ചെയ്യുന്നത്. ഇതിലേക്ക് ഫെഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു അഡ്ജസ്റ്റബിൾ കറന്റ് ആയിരിക്കണം. ഒരു DC വോൾട്ടേജ് സോഴ്സിൽ നിന്നുള്ള ഹൈ ഇംപിഡൻസ് ഉള്ള ഒരു DC വോൾട്ടേജ് സോഴ്സിൽ നിന്നുള്ള ഒരു അഡ്ജസ്റ്റബിൾ കറന്റിലേക്കാണ് നമ്മളത് അതാണ് ഫെഡ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ഇവിടെ ഇൻപുട്ട് കറന്റ് ആണ് നമ്മൾ കോൺസ്റ്റന്റ്, പക്ഷെ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഇൻപുട്ട് കറന്റ് ആണ് നമ്മൾ കറന്റ് സോഴ്സ് വോൾട്ടേജ് ഇൻവെർട്ടറിൽ കൊടുക്കുന്നത്. ഔട്ട്പുട്ട് വോൾട്ടേജ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ദ ലോഡ്. ലോഡിനെ ഡിപ്പെൻഡ് ചെയ്തതായിട്ടാണ് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത്. ഇവിടെ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ ഔട്ട്പുട്ട് കറന്റ് ആണ് ലോഡിന് ഇൻഡിപെൻഡന്റ് ആയിരിക്കുന്നത്. ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ ഔട്ട്പുട്ട് കറന്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ ലോഡ് ആണ്. ഓക്കെ, അടുത്തത് the waveform of the load current as well as the magnitude depends upon the nature of the load impedance. ആ ലോഡ് കറന്റിന്റെ വേവ്ഫോമും അതുപോലെ തന്നെ മാഗ്നിറ്റ്യൂഡും ഒക്കെ ഈ പറയുന്ന ലോഡ് ഇംപിഡൻസിന് ഡിപ്പെൻഡബിൾ ആണ്. ഓക്കെ, എന്നാൽ ഇവിടെ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഔട്ട്പുട്ട് വോൾട്ടേജും ഇതിന്റെ വേവ് ഫോംസും നേച്ചർ ഓഫ് ദ ലോഡ് ഇംപിഡൻസിനാണ് ഡിപ്പെൻഡന്റ്. ഇവിടെ ലോഡ് കറന്റ് ആണ് ഡിപ്പെൻഡബിൾ എങ്കിൽ ഇവിടെ കറന്റ് സോഴ്സിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ് ഈ പറയുന്ന വേവ് ഫോമിനെയും അതുപോലെ തന്നെ അതിന്റെ നേച്ചർ ഓഫ് ലോഡിനെയും ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അടുത്തത്, ഇറ്റ് റിക്വയർസ് ഫീഡ്ബാക്ക് ഡയോഡ്. VSI നമുക്ക് ഫീഡ്ബാക്ക് ഡയോഡ് വേണം. ഇവിടെ നമുക്ക് ഫീഡ്ബാക്കിന്റെ ആവശ്യം തന്നെ ഒന്നുമില്ല. ഓക്കെ, VSI കമ്മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ഇവിടെ സിമ്പിൾ ആണ്. കാരണം എന്താണ്? ഇവിടെ നമുക്ക് കപ്പാസിറ്റേഴ്സ് മാത്രമാണ് ഉള്ളത്, അതുകൊണ്ട് കമ്മ്യൂട്ടേഷൻ സർക്യൂട്ട് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. ഓക്കെ,
അടുത്തത് ഇതിന് വരുന്ന എക്സാമ്പിൾസ് അല്ലെങ്കിൽ നോക്കൂ, പവർ BJT, പവർ MOSFET, IGBT, GTO വിത്ത് സെൽഫ് കമ്മ്യൂട്ടേഷൻ ക്യാൻ ബി യൂസ്ഡ് ഇൻ ദി സർക്യൂട്ട്. അപ്പോൾ ഈ ഒരു വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടറിൽ യൂസ് ചെയ്യുന്ന സർക്യൂട്ടുകൾ എന്തൊക്കെയാണ്? പവർ BJT, പവർ MOSFET, IGBT, GTO വിത്ത് സെൽഫ് ഇതൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, കറന്റ് സോഴ്സിൽ നമുക്ക് ഈ ഡിവൈസസുകളൊന്നും തന്നെ യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് റിവേഴ്സ് വോൾട്ടേജിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് ഈ പറയുന്ന ഡിവൈസസുകളൊന്നും, നമുക്ക് ഈ സെമി കണ്ടക്ടർ ഡിവൈസസുകളൊന്നും ഇതിൽ ആപ്ലിക്കബിൾ അല്ല. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ ദി വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടർ ആൻഡ് ദി കറന്റ് സോഴ്സ് ഇൻവെർട്ടർ. അടുത്ത ക്വസ്റ്റ്യൻ, ആൻ AC induction motor is used for speed control application. It is driven from an inverter with a constant V/F control. The motor name plate as details are follows: V 415 volt, PH phase volt 3, F frequency നമുക്ക് 50 Hz തന്നിട്ടുണ്ട്. Then N എന്ന് പറയുന്നത് 2850 RPM ആണ്. Okay, then the motor is run with the inverter output frequency set at 40 Hz and with the half of the rated slip. The running speed of the motor is, നമുക്ക് ഒരു മോട്ടർ നമുക്ക് തന്ന ഒരു AC ഇൻഡക്ഷൻ മോട്ടറാണ് നമ്മൾ സ്പീഡ് കൺട്രോൾ ആപ്ലിക്കേഷൻസിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതിന് നമ്മളൊരു V/F കൺട്രോളിൽ നിന്നാണ് അതിനെ നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നിരിക്കുന്ന അതിന്റെ കുറെ ഡീറ്റെയിൽസ് ആണ്. വോൾട്ടേജ് തന്നിട്ടുണ്ട്, PH തന്നിട്ടുണ്ട്, F, then N ഇതൊക്കെ തന്നിട്ടുണ്ട്. ഓക്കെ, അതിന്റെ ഫ്രീക്വൻസിയിൽ വർക്ക് ചെയ്യുന്ന ആ ഒരു ഔട്ട്പുട്ട് ഫ്രീക്വൻസി 40 Hz തന്നിട്ടുണ്ട്. നമുക്ക് അതിന്റെ റണ്ണിംഗ് സ്പീഡ് ഓഫ് ദ മോട്ടർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ ഓപ്ഷൻ C 2340 RPM ആണ് നമുക്ക് തന്നിരിക്കുന്നതിൽ റൈറ്റ് ആൻസർ. അപ്പൊ എങ്ങനെയാണ് അപ്പൊ NS എന്നുള്ളത് നമുക്ക് എത്ര തന്നിരിക്കുന്നത്? 3000 ആണ്. ഓക്കെ, 3000 ആണ് ആ ഒരു നോർമൽ ആയിട്ട് വരുന്ന സ്പീഡ് RPM എന്ന് പറയുന്നത്. അപ്പൊ സ്ലിപ്പ് റേറ്റ് നമുക്ക് കണ്ടുപിടിക്കാം. S is equal to 3000 minus 2850 divided by 3000 ആണ്. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്ന NS minus 2850 divided by, അപ്പൊ നമുക്ക് എത്ര വരുന്നത്? സ്ലിപ്പ് 0.05 ആണ് വരുന്നത്. ഓക്കെ, then NS കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് NS into 40/50, അതായത് F1/F2 ആണ് ഫ്രീക്വൻസിയിൽ വരുന്നത്. സോ 3000 into 40/50 is equal to 2400 RPM വരുന്നുണ്ട്. നമുക്ക് റണ്ണിംഗ് സ്പീഡ് ഓഫ് ദ മോട്ടർ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് NR ആണ്. NR is equal to 1 minus, ഇവിടെ 1 ഉണ്ട്, 1 minus S/2 into NS dash ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു, അപ്പൊ നമുക്ക് ഇതിനെ വേണമെങ്കിൽ ഒരു NS dash എന്നുള്ള രീതിയിൽ ഡിനോട്ട് ചെയ്യാം അല്ലെ. അപ്പൊ 1 minus S/2 into NS dash, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 minus NS എന്ന് പറയുന്നത് എത്രയാണ്? 0.05/2, that is equal to 0.025 into 2400, that is equal to rotation speed എന്ന് പറയുന്നത് എത്രയാണ്? 2340 RPM ആണ് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഫോർ എ സൈനസോയിഡൽ ഇൻപുട്ട് വോൾട്ടേജ് Vs is equal to Vm sin omega t, that is equal to √2 Vs sin omega t ആണ്. Vm നെ എനിക്ക് എന്ത് എഴുതാം? √2 Vs sin omega t. If the input voltage is connected to the load for n cycles and disconnected for m cycles, അപ്പോൾ ഇൻപുട്ട് വോൾട്ടേജ് n സൈക്കിളിൽ കണക്ട് ചെയ്തിട്ടുണ്ട്, m സൈക്കിളിൽ അതിനെ ഡിസ്കണക്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ RMS ഔട്ട്പുട്ട് വോൾട്ടേജ് നമുക്ക് തന്നിട്ടുണ്ട്. V0 is equal to Vs into √k എന്നാണ്. ഓക്കെ, അപ്പോൾ k എന്ന് പറയുന്നത് ഡ്യൂട്ടി സൈക്കിൾ ആണ്. അപ്പോൾ k യുടെ വാല്യൂ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ n/m plus n ആണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജിനുള്ള ഇക്വേഷൻ അറിയാം. 1/2π into n/n plus integral 0 to 2π square root of Vs sin omega t whole square whole the power 1/2 ആണ്. ഓക്കെ, അപ്പൊ ഇതിനെ ഞാൻ എഴുതുമ്പോൾ n into Vs by 2π into n plus m, കാരണം Vs എനിക്ക് ഇവിടെ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഞാൻ ഇതൊക്കെ ജസ്റ്റ് പുറത്തേക്ക് എടുക്കുന്നത് എനിക്ക് വരുന്നത് 0 to 2π into 1 minus cos 2 omega t into d omega t, ഇതിനെ ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ. ഓക്കെ, സോ അതായത് Vs sin സ്ക്വയറിന് എനിക്ക് അതാക്കുമ്പോൾ എനിക്ക് 1 minus cos 2 omega t വരുന്നുണ്ട്. ഓക്കെ, സോ Vs into square root of n/n plus m എന്ന് വരും. ഓക്കെ, അപ്പൊ n/n plus m ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു Vsk നമുക്ക് തന്നിട്ടുണ്ട് ഔട്ട്പുട്ട് വോൾട്ടേജ്. അപ്പൊ k which is equal to n/m, n plus m ന് ഈക്വൽ ആണ്. ഓക്കെ, അപ്പൊ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ദ ഫിഗർ സപ്പോസ് ദ കപ്പാസിറ്റർ C is charged to 50 volt with the lower plate positive, switch S is closed at t is equal to 0, current through the diode at t is equal to 0 and final voltage across C are respectively. അപ്പോൾ നമുക്ക് കപ്പാസിറ്ററിന്റെ വോൾട്ടേജ് തന്നിട്ടുണ്ട് 50 വോൾട്ടേജ് വരെയാണ്. നമുക്ക് ലോവർ പ്ലേറ്റ് പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ. ഓക്കെ, സ്വിച്ച് എസ് എന്ന് പറയുന്നത് t is equal to 0 ടൈമിൽ ക്ലോസ്ഡ് ആണ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് at t is equal to 0 ൽ ഉണ്ടാവുന്ന ഡയോഡ് കറന്റും കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ട് വരുന്ന വോൾട്ടേജ് ഫൈനൽ വോൾട്ടേജും എത്രയാണെന്നാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓപ്ഷൻ ബി 25 ആംപിയറും 200 VU ആണ്. ഓക്കെ, അപ്പൊ കറന്റ് ത്രൂ ദ ഡയോഡ് എന്ന് പറയുന്നത് 25 ആംപിയർ ആൻഡ് ഫൈനൽ വോൾട്ടേജ് അക്രോസ് ദ കപ്പാസിറ്റർ ഇസ് ഈക്വൽ ടു 200 V ആണ് വരുന്നത്. അപ്പൊ എങ്ങനെയാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അറ്റ് t is equal to 0 Vs ഇക്വേഷൻ എന്താണ് വരുന്നത്? IDR into Vc ആണ്. അപ്പൊ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് Vc ആണ് അല്ലെ, അതായത് ID കാൽക്കുലേറ്റ് ചെയ്യണം ആദ്യം അല്ലെ. Vc നമുക്ക് തന്നിട്ടുണ്ട്.
അപ്പൊ ID is equal to VS minus VC by R ആണ്. VS നമുക്ക് 200 തന്നിട്ടുണ്ട്, VC എന്ന് പറയുന്നത് 50 തന്നിട്ടുണ്ട്, R എന്ന് പറയുന്നത് 10 ohm ആണ്. അപ്പൊ ID is equal to 200 minus 50 എടുക്കണം, കാരണം ലോവർ പ്ലേറ്റ് ആണ് പോസിറ്റീവ്. സോ minus 50 by 10 that is equal to 250 by 10 equal to 25 ആംപിയർ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ID കറന്റ്, ഡയോഡിന് അക്രോസ് ആയിട്ട് വരുന്ന കറന്റ് എന്ന് പറയുന്നത് 25 ആംപിയർ ആണ്. ഓക്കെ, ദെൻ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കപ്പാസിറ്റർ വോൾട്ടേജ് ആണ്. വോൾട്ടേജ് അക്രോസ് ദ കപ്പാസിറ്റർ VC ആണ്. അറ്റ് T is equal to C, അതായത് സ്വിച്ച് ക്ലോസ്ഡ് ആണല്ലോ. സോ VC is equal to VS ആണ്, that is 200 V ആണ് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്. An SCR has an anode supply of sine voltage 200 VRMS. 50 has applied through the 100 ohm resistor and fired at an angle of 60 degree. Assuming no voltage drop, the RMS value of the output voltage. അപ്പോൾ SCR എന്ന് പറയുന്നത് നമുക്ക് 200 VRMS ലാണ് സപ്ലൈ ഉള്ളത്. 50 ഹെർട്സ് ആണ് അതിന്റെ ഫ്രീക്വൻസി തന്നിരിക്കുന്നത്. റെസിസ്റ്ററിന്റെ വാല്യൂ 100 ohm തന്നിട്ടുണ്ട്. ഫയറിംഗ് ആംഗിൾ എന്ന് പറയുന്നത് 60 ഡിഗ്രി ആണ്. പ്രത്യേകിച്ച് വോൾട്ടേജ് ഡ്രോപ്പ് ഒന്നും ഇല്ലെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് RMS വാല്യൂ എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ 126.7 വോൾട്ടേജ് ആണ്. അപ്പൊ എങ്ങനെയാണെന്ന് കാൽക്കുലേഷൻ നോക്കാം. ഓക്കെ, അപ്പോൾ സിംഗിൾ ഫേസ് കൺട്രോൾഡ് ഹാഫ് വേവ് റെക്ടിഫയർ വിത്ത് റെസിസ്റ്റീവ് ലോഡ് ആണെങ്കിൽ ആവറേജ് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് എന്താണ്? V0 RMS is equal to Vm by 2 into square root of 1 by pi into pi minus alpha plus 1 by 2 sin 2 alpha എന്നാണ്. നമുക്ക് തന്നിരിക്കുന്ന ഫയറിംഗ് ആംഗിൾ ആൽഫ is equal to 60, that is pi by 3 ആണ്. RMS സപ്ലൈ വോൾട്ടേജ് എന്ന് പറയുന്നത് 200 V തന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ മാക്സിമം വോൾട്ടേജ് Vm ആക്കുമ്പോൾ എന്താവും? √2 Vm എന്ന് വരും അല്ലെ, that is √2 VS, that is 200 into √2 V വരും. അപ്പൊ RMS വാല്യൂ ഓഫ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ് V0 RMS is equal to Vm ന് പകരം എനിക്ക് എന്ത് കൊടുക്കാം? 200 √2 by 2 into 1 by pi into pi minus pi by 3 plus 1 by 2 sin 120 ഡിഗ്രി വരും. sin 2 alpha അല്ലേ, അപ്പൊ 120 ഡിഗ്രി. അപ്പൊ ഇത് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫൈനൽ ആൻസർ ആണ് എനിക്ക് 126.7 V എന്ന് പറയുന്നത്. ഓക്കെ, ഫൈൻ. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു പവർ ഇലക്ട്രോണിക്സിന്റെ MCQ 4th സെറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.